ഹലോ എവ്രി വൺ, ഗുഡ് ഡേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എസ് ക്യു എൽ ഇഞ്ചക്ഷൻ ആണ്. നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ബഗ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത ഒരു വൾനറബിലിറ്റി ഡിസ്ക്ലോഷർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചതായിരുന്നു. അപ്പം ആ ഒരു പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തത് ഭയങ്കര ലെഗസി ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിൽ കുറേ ബഗ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു ഹൈ ഫൈൻഡിങ്, അതായത് അത്യാവശ്യം നല്ലൊരു ബൗണ്ടി തന്ന ഒരു ഫൈൻഡിങ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലർ ആണ്. വാസ്പ് ടോപ്പ് 10 ഉള്ള ബഗ്ഗാണ്. നിങ്ങൾ ഈ ഒരു ഫീൽഡിലുള്ളതാണെങ്കിൽ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒരു വിധം ആപ്ലിക്കേഷൻസിലൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഞാൻ ആ ബഗ് ഐഡൻറ്റിഫൈ ചെയ്തു, എങ്ങനെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തു, ആൻഡ് ഈ ഒരു സിനാറിയോയിൽ എനിക്ക് അതെങ്ങനെ ഫിക്സ് ചെയ്തു എന്ന് കൂടെ കാണിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഈ വീഡിയോയിൽ ലെങ്ത് കൂടി പോകുന്നില്ലെങ്കിൽ ഞാൻ ആ ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്യും. അപ്പം ജസ്റ്റ് നമ്മൾ ഇതുവരെ കാണിച്ചിരുന്നത് എങ്ങനെ കണ്ടുപിടിച്ചു, എന്താണ് ആ ബഗ് എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. അപ്പം പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ആ ഒരു ബഗ് എങ്ങനെ ഫിക്സ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കൂടെ ഞാൻ ഷെയർ ചെയ്യും. അപ്പം നമുക്ക് ആ ബഗ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നതിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു എക്സാക്ട്ലി മിമിക് ചെയ്യുന്ന ആ ഒരു വൾണറബിൾ സൈറ്റിനെ എക്സാക്റ്റ് ആയിട്ട് മിമിക് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഏതാണ്ട് സിമിലർ ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ബഗ്ഗിലേക്ക് കടക്കാം. ഈ ബഗ് ഈ ലോഗിൻ പേജിലല്ല. നമ്മൾ പൊതുവെ എസ് ക്യു എൽ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാറ് ലോഗിൻ പേജിലാണ്. അപ്പോൾ ഈ ലോഗിൻ പേജിലല്ല ആ ബഗ് കിടക്കുന്നത്, ഒരു യൂസർ ഇൻഫർമേഷൻ പേജിലാണ് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ ഒരു ബഗ് ഞാൻ ഡെമോ ചെയ്ത് കാണിക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ നമുക്കൊരു ക്രെഡൻഷ്യൽ ഉണ്ട്, ഒരു ലോവർ പ്രിവിലേജ്ഡ് യൂസറുടെ ക്രെഡൻഷ്യലാണ്. ഓക്കെ. ഐഡിയലി ഈ ഒരു യൂസറുമായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പം ആ ഒരു ആപ്ലിക്കേഷനിൽ യൂസറിന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് നോക്കാം, ഓൾസോ ആളുടെ കുറച്ച് ഡാറ്റ, ആളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കാണാം, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതിന് ലോഗ് ഔട്ട് ഓപ്ഷൻ ഉള്ളത്. ഞാൻ ആ ഒരു നമ്മളുടെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി ആ കുറച്ച് ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ബാങ്കിങ് ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം ഓപ്ഷൻസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ തൽക്കാലത്തേക്ക് വീഡിയോൻ്റെ എനിക്കിത് ഉണ്ടാക്കാനുള്ള ഈസിനെസ്സിനും പിന്നെ വീഡിയോ അധികം ലെങ്ത് ആവാതിരിക്കാനൊക്കെ വേണ്ടി ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു ഫീച്ചർ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഐഡിയലി അതിലൊരു യൂസർ കയറുകയാണെങ്കിൽ ബാങ്കിങ് ഡാറ്റ പ്ലസ് യൂസർ ഡാറ്റ ആൻഡ് ലോഗ് ഔട്ട്. ഈ ഒരു സിനാരിയോയിൽ യൂസർ ഡാറ്റ, ബാങ്കിങ് ഡാറ്റ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വ്യൂ യൂസർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ആളുടെ ഇൻഫർമേഷൻ കാണാൻ പറ്റും. അതായത് യൂസർ നെയിം എന്താണ്, ഇമെയിൽ എന്താണ്, ആളുടെ റോൾ എന്താണ്. അപ്പോൾ ഐഡിയലി അത് റിയൽ സിനാരിയോയിലും അതൊരു ടേബിളായിട്ട് തന്നെയായിരുന്നു കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഈ URL യൂസർ യൂസർ നെയിം ഈക്വൽ ടു user1. അപ്പം ഇത് നമ്മൾ ഏതൊരു ഹാക്കർ ആദ്യം കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെയൊരു സംഭവം കാണുകയാണ്, അത് കുറച്ച് ഡാറ്റ റിഫ്ലക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഒരു നോർമൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഹാക്കർ സെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഒരു ഡബിൾ കോഡ്സ് ഇട്ട് ട്രൈ ചെയ്യുക. അപ്പം ഇവിടെ ഞാൻ അതേപോലെ ചെയ്തു. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ എനിക്കൊരു SQLite എറർ വന്നിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് SQLite3 ആണ്. അത് കൺഫേം ആയി. പിന്നെ നമുക്ക് SQL എറേഴ്സ് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് ടോക്കൺ user1 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പം നമുക്ക് ഈ SQL എന്ത് ക്വറിയാണോ പാസ് ചെയ്യുന്നത് അത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു എറർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ സ്റ്റെപ്പായിട്ടുള്ള or1 = 1 ആൻഡ് ബാക്കിയുള്ള കണ്ടൻസ് കമൻറ്റ് ചെയ്ത് കളയാനുള്ള ആ ഒരു വാല്യൂ നമ്മൾ എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഈസി ആയിട്ട് നമുക്ക് എല്ലാം ഐഡിയലി എല്ലാ ഇൻഫർമേഷനും കാണാൻ പറ്റുന്നുണ്ട്. ഇൻഫർമേഷൻ ഇൻ ദ സെൻസ് വാട്ട് എവർ ഈസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ടേബിൾ അതെല്ലാം ഡംപ് ആവുന്നുണ്ട് ഇവിടെ. അപ്പം
നമുക്ക് ഇവിടെയുള്ള എന്താ പറയുക, എല്ലാ ഫോർ എക്സാമ്പിൾ ഓത്തറൈസേഷൻ ചെക്സും ബൈപ്പാസ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻ കാണാൻ പറ്റി. യൂസറിൻ്റെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ യൂസേഴ്സും, എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിൻ്റെയും ഡാറ്റ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഇതാണ് ക്വറി എങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വേർ യൂസർ നെയിം ഈക്വൽ ടു യൂസർ വൺ എന്നാണെങ്കിൽ നമ്മൾ ഈ ഓർ വൺ ഈക്വൽ ടു വൺ കൊടുക്കുന്നതോടുകൂടി നമ്മൾ എൻറ്റയർ ഡാറ്റാബേസിന്, അതായത് എൻറ്റയർ തിങ് ട്രൂ ആയിട്ട് എൻറ്റയർ ഡാറ്റാബേസ് ഇവിടെ ഡംപ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സിനാരിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു SQL ഇഞ്ചക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഡംപ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, റോൾ ഉണ്ട്, ID ഉണ്ട്, പക്ഷേ എന്തോ ഒന്ന് മിസ്സിംഗ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള ഐറ്റമാണ് പാസ്വേഡ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഡാറ്റാബേസിൽ, യൂസറിൻ്റെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യൂസർ നെയിമും പാസ്വേഡും എന്തായാലും ഉണ്ടാവും. അപ്പം ഈ ഒരു സിനാരിയോയിൽ അപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ UI-യിൽ ഓൾറെഡി യൂസർ നെയിം, ഇമെയിൽ ആൻഡ് റോൾ ആൻഡ് ID റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പാസ്വേഡ് എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ കോളം അവർ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് UI-യിൽ. കാരണം അത് ബാക്കിയുള്ളവർ കാണേണ്ട ആവശ്യമില്ല ഇൻ എൻ ഐഡിയൽ സിനാരിയോ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സെക്യൂരിറ്റി മെഷർ ഇവർ എടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഒരു ഡാറ്റ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു, പക്ഷെ നമുക്ക് ആ ഒരു കോളം ഡംപ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. ബട്ട് ദർ ആർ അതർ വേസ് ടു സീ ഇറ്റ്. സോ നമ്മൾ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കത് നിങ്ങൾക്കറിയാം, ഈ SQL ക്വറിയുടെ ഭാഗമായിട്ട് ദർ ആർ അതർ ലൈക്ക് ക്വറി കീവേഡ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള SQL കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പാസ്വേഡ് കോളം നമുക്ക് ഇതിൽ ഡംപ് ചെയ്യിപ്പിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോളംസ് ആ ഡാറ്റാബേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ ഒരു ഹിൻഡ് ഇതിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ ദർ വിൽ ബി അപ്ലിക്കേഷൻസ് ലൈക്ക് വിത്ത് എ ലോട്ട് ഓഫ് ലൈക്ക് columns and data that's getting dumped into the UI. സോ അങ്ങനെയുള്ളൊരു സിനാരിയോയിൽ നമ്മളെങ്ങനെ എത്ര കോളംസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ID, യൂസർ നെയിം, ഇമെയിൽ, റോൾ ഉണ്ട്. അപ്പം പ്രോബബ്ലി ഒരു പാസ്വേഡ് ഫീൽഡും കൂടി, പാസ്വേഡ് കോളം കൂടി ഉണ്ടാവും ഡാറ്റാബേസിൽ. അപ്പം ടോട്ടലി 1 2 3 4 5 കോളംസ് ആണ് ആ ഡാറ്റാബേസിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്വിയസ് ആണ്, പക്ഷേ ദർ വിൽ ബി അപ്ലിക്കേഷൻസ് വെർ ഡാറ്റ വോണ്ട് ബി റിഫ്ലക്റ്റഡ് ഇൻ ദ പ്രോപ്പർ ടേബിൾ മാനർ. ഇൻസ്റ്റെഡ് ഇറ്റ് വിൽ ബി ലൈക്ക് it will be reflecting somewhere here and some data will be reflecting in somewhere else. സോ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാവാൻ ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദ സ്ക്രീൻ. സോ ആ ഒരു സിനാരിയോയിൽ എങ്ങനെ ഇത് എത്ര കോളംസ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഒരു വേ ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് ഈ യൂണിയൻ കീവേഡ് വെച്ചിട്ടാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് യൂണിയൻ സെലക്ട്. സോ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇതേപോലെ സെലക്ട് സ്പെല്ലിംഗ് ചെറിയൊരു ടൈപ്പോ. സോ സെലക്ട് 1 കൊടുത്തിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഡാറ്റാബേസിൽ ഇപ്പോൾ ഒരു കോളമേ ഉള്ളൂ എന്നതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം സെലക്ട് 1 കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു കോളം ആണുള്ളതെങ്കിൽ നമുക്ക് എററൊന്നും ഇല്ലാതെ പ്രോപ്പർ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. ഇഫ് ഒരു കോളം ഇല്ലതെങ്കിൽ നമുക്ക് ഇവിടെ എറർ ആയിരിക്കും കിട്ടുന്നത്. സോ the error കണ്ടില്ലേ, സെലക്ട് ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് യൂണിയൻ യു ഡു നോട്ട് ഹാവ് ദ സെയിം നമ്പർ ഓഫ് റിസൾട്ട് കോളംസ്. സോ നമുക്ക് കോളത്തിൻ്റെ അത്ര അല്ല നമ്മൾ എൻട്രി കൊടുത്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതേപോലെ ഞാൻ വീണ്ടും 1 കൊടുക്കും. അപ്പം വീണ്ടും സെയിം എററാണ് പറയുന്നത്. നമ്മളുടെ നമ്പർ ഓഫ് കോളംസും നമ്മൾ കൊടുത്ത നമ്പർ ഓഫ് കോളംസും ഡാറ്റാബേസിലുള്ള നമ്പർ ഓഫ് കോളംസും മാച്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും ഒരു 1 കൊടുത്തു. അപ്പോൾ അതുമല്ല. again I'm giving 1. അപ്പം 4 പാരാമീറ്റേഴ്സ് കൊടുത്തു. അപ്പം നിങ്ങൾക്കറിയാം നമുക്ക് ഓൾറെഡി 4
ഐറ്റംസ് ആയിരുന്നു ആ ടേബിളിൽ ഉണ്ടായിരുന്നത്. അതിൽ പക്ഷെ ഒരു ഐറ്റം മിസ്സിംഗ് ആയിരുന്നു, പാസ്വേഡ് എന്നുള്ള. അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു വാല്യൂയും കൂടി കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആ എറർ ഇപ്പോൾ കാണുന്നില്ല, എറർ ഇപ്പോൾ വിസിബിൾ അല്ല. ദാറ്റ് മീൻസ് നമ്മളുടെ കൊടുത്തിരിക്കുന്ന നമ്പർ ഓഫ് കോളംസ് മാച്ചസ് വിത്ത് ദ നമ്പർ ഓഫ് കോളംസ് ഇൻ ദ ആക്ച്വൽ ഡാറ്റാബേസ്. സോ ഇനിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈസി ആയിട്ട് വാല്യൂസ് വിത്തൗട്ട് എറർ ഡാറ്റാബേസ് വാല്യൂസ് ഈ ഒരു ടേബിളിൽ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു കോളം ലൊക്കേഷനിൽ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഇനി നമുക്ക് ഈ ഒരു ലിങ്കിൻ്റെ യൂസ് ഉണ്ട്. കാരണം പേലോഡ്സ് ഓഫ് ഓൾ തിങ്സ് ഇതാണ് എൻ്റെ ഗോ ടു പ്ലേസ്. ലൈക്ക് ഇൻ കേസ് ഐ എം സ്റ്റക്ക് വിത്ത് സം പേലോഡ്സ് ഓർ സം പേലോഡ് ഈസ് നോട്ട് വർക്കിംഗ് ഇൻ സച്ച് സിനാരിയോസ്, ഐ ഗോ ടു പേലോഡ് ഓഫ് ഓൾ തിങ്സ് ആൻഡ് ഫൈൻഡ് ദ റൈറ്റ് ക്വറി. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്ട്രാക്ട് ഡാറ്റാബേസ് സ്ട്രക്ചർ എക്സ്ട്രാക്ട് ചെയ്യാൻ സെലക്ട് SQL ഫ്രം SQLite സ്കീമ. സോ ഇതൊക്കെ അതിൽ SQLiteൽ ഡിഫോൾട്ടായി വരുന്ന വാല്യൂസ് അല്ലെങ്കിൽ കീവേഡ്സ് തന്നെയാണ്. അപ്പം നമ്മളിവിടെ ഈ ഒരു സെയിം സാധനം നമ്മളുടെ ക്വറിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ഈ ഒരു 1ന് പകരം ഞാനിവിടെ SQL എന്ന് കൊടുക്കുന്നു. ഇനി അവർ പറഞ്ഞ പോലെ ഫ്രം SQLite സ്കീമ. സോ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റാബേസിൻ്റെ എൻ്റയർ സ്കീമ കാണാൻ പറ്റുന്നതായിരിക്കും. ലെറ്റ്സ് ട്രൈ. ഓക്കെ, സോ ഞാനിവിടെ കൊടുത്തപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വറി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം there is a table called SQLite sequence which is something default, and there is the users table. ഓക്കെ, സോ ഒരു യൂസേഴ്സ് ടേബിളും ഉണ്ട്. അതേപോലെ തന്നെ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസിൽ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് there is an ID, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആൻഡ് ദെൻ ഇമെയിൽ ആൻഡ് റോൾ. സോ ഈ ഒരു പാസ്വേഡ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് നേരത്തെ കാണാമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫീൽഡിൽ ഈ പാസ്വേഡിൻ്റെ വാല്യൂസ് ഡംപ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈസിനെസ്സിന് വേണ്ടി ഞാൻ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഒന്നിച്ച് കാണിച്ചു തരാം, രണ്ട് ഫീൽഡ്സിലായി. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത്, നമുക്കിപ്പോൾ അറിയാം ഈ ടേബിൾ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്, യൂസേഴ്സ് എന്ന് പറഞ്ഞ നെയിമിലാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് കോളത്തിൻ്റെ നെയിം പാസ്വേഡ് ആണെന്ന് അറിയാം. യൂസർ നെയിം കിടക്കുന്ന കോളത്തിൻ്റെ നെയിമും യൂസർ നെയിം തന്നെയാണെന്ന് അറിയാം. അപ്പം നമുക്ക് ഈസി, ലൈക്ക് നമുക്ക് ഈ ഒരു കോളം നെയിംസ് അറിയാം, ടേബിൾ നെയിമും അറിയെങ്കിൽ നമുക്ക് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂസ് കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് ഗിവ് യൂസർ നെയിം കറക്റ്റാണ്. ഓക്കെ, കോളം നെയിം ഈസ് യൂസർ നെയിം ആൻഡ് രണ്ടാമത്തേൽ ഐ ഗിവ് പാസ്വേഡ് ആൻഡ് ഫ്രം നമ്മുടെ ഐഡൻറ്റിഫൈ ചെയ്ത ടേബിളായ യൂസേഴ്സ്. ഓക്കെ, ലെറ്റ്സ് ക്രോസ് ചെക്ക് വൺസ് അഗെയിൻ. പാസ്വേഡ്, യൂസർ നെയിം ഫ്രം യൂസേഴ്സ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ ആദ്യത്തെ രണ്ട് ടേബിളുകളിലായിട്ടാണ്, അതായത് ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് കോളം, ഇതിലായിട്ടാണ് ഈ എക്സിസ്റ്റിംഗ് യൂസേഴ്സിൻ്റെയൊക്കെ യൂസർ നെയിമും പാസ്വേഡും ഡംപ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കോളത്തിൽ യൂസർ നെയിം. സോ ഇഗ്നോർ ദ ഫസ്റ്റ് വൺ ബിക്കോസ് ഓൾറെഡി യൂസർ വൺ എന്ന് കിടക്കുന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു ഫസ്റ്റ് വാല്യൂ വരുന്നത്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ അത് പോവും. സി, അപ്പോൾ നമ്മൾ ഫെച്ച് ചെയ്ത നമ്മൾ ഇങ്ങോട്ട് എടുത്ത ഡാറ്റ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി എല്ലാത്തിലും 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് കാണാം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ യൂസർ 1 അത് നമ്മൾ തന്നെയാണ്. പിന്നെ ദർ എക്സിസ്റ്റ് യൂസർ 2 ആസ് വെൽ. അപ്പം പാസ്വേഡ് 2 എന്നാണ് ആളുടെ പാസ്വേഡ്. സോ സി, ലൈക്ക് ദിസ് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് കിട്ടി. അപ്പം പ്രോബബ്ലി ഇതൊരു അഡ്മിനിസ്ട്രേറ്റർ റോളുള്ള ആൾ തന്നെയായിരിക്കും. നമ്മൾ ജസ്റ്റ് ബാക്ക് ചെയ്ത് നോക്കിയാൽ ഈ ഒരു ഓക്കെ, ഒരു റോൾ എന്ന് പറഞ്ഞൊരു കോളം കൂടിയുണ്ട്. അപ്പം പ്രോബബ്ലി നമ്മൾ ഇപ്പുറത്തെ ഫീൽഡിൽ ജസ്റ്റ് റോളിന് കൂടെ കൊടുത്താൽ ആ ഒരു യൂസേഴ്സിൻ്റെ റോളും കൂടി കാണേണ്ടതാണ്.
ഓക്കെ. ഓ, ഈ ഒരു തേർഡ് ഫീൽഡ് പറയുന്ന പാസ്വേഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണില്ല. അപ്പം നെക്സ്റ്റ് കോളം നെയിമിൻ്റെ സെക്ഷനിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, സി. അപ്പം ആദ്യത്തെ യൂസേഴ്സിൻ്റെ അഡ്മിൻ എന്ന് പറയുന്ന യൂസർ നെയിം, അയാളുടെ പാസ്വേഡ് admin123, ആൻഡ് അയാളുടെ ഇമെയിൽ അല്ല, അയാളുടെ റോളാണ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് യു ഐൻ്റെ വാല്യൂസ് ആണ് യു ഐയിൽ അവർ ഡിഫൈൻ ചെയ്തത്. പക്ഷെ നമ്മൾ അതൊക്കെ ബൈപ്പാസ് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിൽ ഡംപ് ചെയ്തു ഡാറ്റ. സോ നമുക്കിപ്പം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് കിട്ടി, പിന്നെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു യൂസറിൻ്റെയും പാസ്വേഡ് കിട്ടി. നമുക്ക് ഇവരുമായിട്ട് ലോഗിൻ ചെയ്യാം. ഇവിടെ കുറേ ഇഷ്യൂസ് ഉണ്ട്. കാരണം ആള് ഈ whoever developed this site, they didn't implement sanitization or parameterized queries. അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ SQL ഇഞ്ചക്ഷൻ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ തുടക്കത്തിൽ ഇതൊരു ലെഗസി ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ആ ഒരു കാരണത്താൽ എനിക്ക് കുറേ ബഗ് കിട്ടി. അപ്പോൾ ഒരുവിധം ഓൾഡ് ആപ്ലിക്കേഷൻസിലൊക്കെ ഈ ഒരു സിനാരിയോ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ആപ്ലിക്കേഷൻസിലൊക്കെ ആൾക്കാർ പാരാമീറ്ററൈസ്ഡ് ക്വറീസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്, ബട്ട് ഡെഫിനറ്റ്ലി ആപ്ലിക്കേഷൻസ് വിൽ ബി ദർ വിത്ത് SQL ഇഞ്ചക്ഷൻ വാൾനറബിലിറ്റീസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിനി ഈ ഒരു ക്രെഡൻഷ്യൽ വെച്ചിട്ട് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം, അഡ്മിൻ്റെ ഡാറ്റ കാണാം, അതേപോലെ തന്നെ ഈ യൂസർ ആക്സസ് ചെയ്ത് അയാളുടെ ബാങ്കിങ് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ എന്തൊക്കെ മാനേജിങ് ഫീൽഡ്സ് ആണുള്ളത് അതൊക്കെ കാണാം. ഒന്നും ഞാനിപ്പോൾ ഈ ഒരു സാമ്പിൾ ആപ്ലിക്കേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ബട്ട് സൂൺ മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് സമയമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു സിനാരിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ പാരാമീറ്ററൈസ്ഡ് ക്വറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വൾനറബിലിറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സോഴ്സ് കോഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. സോ ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം, ഇതാണ് ആപ്ലിക്കേഷൻ്റെ സോഴ്സ് കോഡ്. സോ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ കോഡ് സ്നിപ്പറ്റ് ആണ് എന്താ പറയുക, നമുക്ക് യൂസറിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യുന്നത്. users.db എന്ന് പറയുന്ന ഡാറ്റാബേസ് ഫയലിൽ നിന്ന് ഈ യൂസറിൻ്റെ റിലേറ്റഡ് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യുന്ന ഒരു കോഡ് സ്നിപ്പറ്റാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ക്വറി ഡയറക്റ്റ്ലി വാട്ട് എവർ വി ആർ ഇൻസേർട്ടിങ് ടു ദ യൂസർ നെയിം അത് ഇവിടെ ഫെച്ച് ചെയ്യാണ്, എന്നിട്ട് അത് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഡയറക്റ്റ് നമ്മൾ ഈ വാട്ട് എവർ യൂസർ ഈസ് ഇൻപുട്ടിങ് നമ്മളത് ക്വറിയിലേക്ക് ടേക്ക് ചെയ്യുമ്പം ആ ക്വറിയുടെ ലോജിക്ക് യൂസറിന് കൺട്രോൾ ചെയ്യാം, ആ യൂസറിന് ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ കാണിച്ചു തന്ന പോലെ യൂസറിന് കൊടുക്കുന്ന പാരാമീറ്ററിനനുസരിച്ച് ആ ക്വറി ചേഞ്ച് ആവും. പക്ഷേ നമ്മൾ പാരാമീറ്ററൈസ്ഡ് ക്വറി ഇംപ്ലിമെൻറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സാമ്പിളാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്, കമൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു പാർട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ക്വറി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ സ്ട്രിങ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായ യൂസർ നെയിം ഒരു സ്ട്രിങ് ലിറ്ററലായിട്ട്, അതായത് ഒരു നോർമൽ സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ കൊടുക്കുന്ന വാല്യൂ ലോജിക്കിനെ അൾട്ടർ ചെയ്യുമെന്ന്. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ ആ ഒരു കാര്യം സംഭവിക്കില്ല. ലോജിക്കിനെ അൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ഇപ്പം നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഫോർ എക്സാമ്പിൾ ഇതാണെന്ന് വിചാരിക്കുക, ഈ ഒരു ഇൻപുട്ടാണെന്ന് വിചാരിക്കുക. അപ്പം അത് എങ്ങനെയാണ് റീഡ് ഈ ഇത്ര വരെയുള്ള ഇൻപുട്ടാണെന്ന് വിചാരിച്ചാൽ ഇതൊരു എൻറ്റയർലി ഒരു സ്ട്രിങ് ആയിട്ടാണ്. ഞാൻ user1 എന്നുള്ള കാര്യം ഡിലീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ എൻറ്റയർലി ഒരു സ്ട്രിങ് ലിറ്ററൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രിങ് ഒരു വാല്യൂ ആയിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അല്ലാതെ അതൊരു ലോജിക്കിനെ അതൊരു എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതാവില്ല. അപ്പം ഇങ്ങനൊരു സിനാരിയോ നമ്മൾ പാരാമീറ്ററൈസ്ഡ് ക്വറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഡാറ്റാബേസിൽ ആ ക്വറി എത്തുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ഓൺലി ചെക്ക് ഫോർ എ യൂസർ വിത്ത് ദിസ് നെയിം. സോ അല്ലാതെ ഇത് ലോജിക്കിന് അൾട്ടർ ചെയ്യാൻ ഒന്നും പറ്റില്ല. ഈ ഒരു നെയിമിലുള്ള യൂസർ ഉണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യൂ, അല്ലാതെ നത്തിങ് എൽസ് വിൽ ഹാപ്പൻ. അപ്പം അതാണ് ഈ പാരാമീറ്ററൈസ്ഡ് ക്വറീസ് യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. ഇറ്റ് എൻറ്റയർലി റിമൂവ്സ് ദ റിസ്ക് ഓഫ് SQL ഇൻജെക്ഷൻ. അപ്പോൾ നമ്മൾ കോഡിലേക്ക് തിരിച്ചു വരാം.
അപ്പോൾ ആ ഒരു സാധനം ഞാനിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ഇവിടേക്ക് ഇടാം. ഇത് ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. ഇതാണ് ഓൾഡ് നോർമൽ ക്വറി. ഇത് ഞാൻ കമൻറ്റ് ചെയ്ത് ഓക്കെ, ഇതും നമുക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ഒരു മനസ്സിലാവാൻ ഒരു ഈസിനെസ്സിന് ഇത് ഇവിടേക്ക് ഇടാം. ഓക്കെ ഓക്കെ, സോ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ആ ഒരു മുന്നേ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഡയറക്റ്റ് നമ്മൾ ക്വറിയിലേക്ക് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം പാരാമീറ്ററൈസ്ഡ് ക്വറീസ് യൂസ് ചെയ്ത് അതിനൊരു സ്ട്രിങ് ലിറ്ററൽ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് മാത്രമായി കണ്ട് വാട്ട് എവർ യൂസർ ഇസ് ഇൻപുട്ടിങ് അതിനൊരു സ്ട്രിങ് വാല്യൂ മാത്രമായിട്ട് കണ്ട് അതിനെ നമ്മളുടെ ലോജിക്കിനെ അൾട്ടർ ചെയ്യാൻ പറ്റാതെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പാരാമീറ്ററൈസ്ഡ് ക്വറി യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. സോ ഇവിടെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു. ഇത് ഞാൻ സേവ് ചെയ്യാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്ക് വരാം. സോ ഇവിടെ വന്നിട്ട് ഈ ഒരു സിനാരിയോ തന്നെ ഐ ഗെസ് ഇഫ് യു റീലോഡ് സി നത്തിങ് ഹാപ്പൻസ്. ഓക്കെ, സോ ഞാൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഓർ 1 ഈക്വൽ ടു 1 സി നമുക്ക് വാല്യൂസ് ഒന്നുമില്ല. ഇറ്റ്സ് നോട്ട് റിഫ്ലക്റ്റിംഗ് എനിത്തിങ്. സോ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നൾ എന്നുള്ള വാല്യൂ ആണ്. ഇവിടെ നമ്മൾ വേറെ എന്തെങ്കിലും കൊടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ യൂസർ 1 എന്ന് തന്നെ കൊടുത്തു നോക്കാം. ഓക്കെ, നമ്മൾ നോർമൽ യൂസർ 1 കൊടുക്കുമ്പോൾ വാല്യൂ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് വെൻ വി ട്രൈ ടു ഇൻസേർട്ട് സംതിങ് ഓർ ടു alter the logic we get nothing. That's because ഈ ഒരു എൻറ്റയർ വാല്യൂവിനെ ഒരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഡാറ്റാബേസിൽ പോയി ചോദിക്കുക ഈ ഒരു യൂസർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. അല്ലാതെ ഈ ഒരു എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂസ് അതിനൊന്നും അത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇൻസ്റ്റെഡ് എൻറ്റയർ തിങ് വിൽ ബി എ സിംഗിൾ സ്ട്രിങ് ആൻഡ് it will ask database whether the entire string exists or not. സോ ഈ ഒരു സിനാരിയോയിൽ അങ്ങനെ ഒരു യൂസർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഈ ഒരു വാല്യൂ ഉള്ള യൂസർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് there is no response. സോ ഇതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളെ ഡെമോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. ഇപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഫിക്സ് കൂടി ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഒരു വൾണറബിലിറ്റി എപ്പോഴും എൻ്റെ ഒരു തിയറി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വൾണറബിലിറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ഫിക്സ് ഓൾസോ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം എപ്പോഴും ദ ക്ലയൻറ്റ് അല്ലെങ്കിൽ ദ അതർ പേഴ്സൺ ദേ വിൽ കം ബാക്ക് ആൻഡ് ആസ്ക് us about the fix, like how to implement, because most of the people won't be aware of the security side of things, right? So അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ എന്താ പറയുക, നമുക്കറിയില്ല ഗൂഗിൾ ചെയ്തോളൂ എന്ന് പറയുന്നതിന് പകരം നമുക്ക് അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫിക്സ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പം അങ്ങനെ പറ്റുകയാണെങ്കിൽ നമ്മളുടെ the level of knowledge we have will be like tremendous. And the thing is that if we have that level of knowledge on how to fix, like we'll be able to exploit the flaws in the fix as well. For example, if വേറെ എന്തെങ്കിലും ലോജിക്കും കൂടി ആൾ ഈ ഒരു കാര്യത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പാരാമീറ്ററിസ്റ്റ് ക്വറീസിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എറേഴ്സ് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ചിലപ്പം ചില സെക്യൂരിറ്റി മെഷേഴ്സ് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ കാരണം നമുക്ക് ഈ ഒരു ഫിക്സിനെ കുറിച്ചുള്ളൊരു നോളജ് ഭയങ്കര ക്രൂഷ്യലാണ്. ഇഫ് യു വാണ്ട് ടു ലൈക്ക് exploit the application to the core, it's always good to have a good understanding about the fixes that are in place. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മിസ്കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് വൾണറബിലിറ്റി കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫിക്സസിനെ ബൈപ്പാസ് ചെയ്യാനോ പറ്റും. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം അതുവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.